പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 3-ാം അധ്യായം എന്റെ 20-ാമത്തെ വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. എന്താണ് നമ്മുടെ പൗരത്വം? സ്വർഗത്തിലാണ്. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. ഇതോരോ ദൈവഭക്തന്റെയും പ്രത്യാശയാണ്, വിശ്വാസമാണ്, പ്രതീക്ഷയാണ്. അവരതിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇതിന്റെ പ്രാരംഭത്തിൽ തന്നെ ലോകപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നാം ജനിച്ചു വളർത്തപ്പെട്ട രാജ്യം, ഇപ്പം ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലാണ്. അതുപോലെ ലോകത്തിന്റെ 7 ഭൂഖണ്ഡങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവർക്കെല്ലാം അവരുടെ പൗരത്വമുണ്ട്. ഹല്ലേലൂയ. അവരുടെ സർക്കാരിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും അവരുടെ പേരുമുണ്ട്. അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളിലും അവരുടെ എല്ലാ രേഖകളിലും അവരുടെ രാജ്യങ്ങളുടെ പൗരത്വാവകാശം എടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നൊക്കെ ജോലിക്ക് മറ്റു വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി അവിടെ പൗരത്വം സ്വീകരിച്ചവരുണ്ട്. വിദേശ രാജ്യത്ത് പൗരത്വമുള്ളവരും നമ്മുടെ രാജ്യത്ത് പൗരത്വമുള്ളവരും ഇരട്ട പൗരത്വമുള്ളവരും ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വ്യത്യസ്തമായ നിലകളിലാണ് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം ചെയ്ത് സ്വർഗത്തിലെ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിൽ നൽകി തരുന്ന ദൂത് എന്താണ്? ഭൂമിയിൽ നീ ഏത് രാജ്യത്ത്, ഏത് ഗോത്രങ്ങൾ, ഏത് ഭാഷയിൽ, ഏത് സംസ്കാരത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആ രാജ്യത്തിന്റെ പൗരത്വം നിനക്കുണ്ടെങ്കിലും സകല മനുഷ്യന്റെ പൗരത്വ സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. അപ്പൊ എല്ലാവരും പൗരത്വ സ്വർഗത്തിനാണ് കർത്താവ് പറയുന്നത്. പക്ഷെ എല്ലാവരും പൗരത്വ സ്വർഗത്തിൽ ഉറപ്പിക്കണമെങ്കിൽ ചില നിയമങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഇപ്പൊ നമ്മൾ വിദേശ രാജ്യത്ത് കടന്നുപോയി അവിടുത്തെ നിയമം നമ്മൾ അനുസരിച്ച് അവിടെ നമുക്ക് പൗരത്വം ഉണ്ടാകണമെങ്കിൽ അവിടെ കാലങ്ങൾ താമസിച്ച് അവിടുത്തെ സർക്കാർ നമുക്ക് പൗരത്വം നൽകണം. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സ്വർഗത്തിൽ പൗരത്വം ഉണ്ടാകണമെങ്കിൽ സ്വർഗീയമായ നിയമങ്ങൾ, വേദപുസ്തക പ്രമാണങ്ങൾ, നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കൈക്കൊണ്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനം. ഹല്ലേലൂയ. റോമാലേഖനം 10-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരുടെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിച്ച് ആരും രക്ഷിച്ചു പോകുകയില്ല. അപ്പൊ നമ്മൾ കർത്താവായ യേശുവിന്റെ സ്വന്തം രക്ഷിതാവും പിതാവിനെ സ്വീകരിച്ച് ലോക ജീവിതം നാം ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ ഒരു ഭക്തനായി, ക്രിസ്തുവിൽ ഒരു വിശ്വാസിയായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഭൂമിയിലെ പൗരത്വത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു പൗരത്വം നമുക്ക് സ്വർഗത്തിൽ കിട്ടും. അത് നമ്മൾ ആശ്ചര്യമായി നാം ചിന്തിക്കുമ്പോൾ ആത്മീയമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഓരോ ദൈവഭക്തനും ഹല്ലേലൂയാണ് സ്വർഗത്തിൽ പൗരത്വമുള്ളത്. അല്ലാതെ എല്ലാവർക്കും സ്വർഗത്തിൽ പൗരത്വമില്ല കേട്ടോ. സ്വർഗത്തിൽ പൗരത്വം നാം വചനം അനുസരിക്കണം. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം സ്നാനമേൽക്കുകയും ചെയ്യണം. മാർക്കോസ് സുവിശേഷം 16-ാമത്തെ വാക്യം വിശ്വസിക്കുക സ്നാനമേൽക്കുകയും ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. വിശ്വസിച്ചാൽ പോരാ, യേശുവിനെ വിശ്വസിച്ചാൽ പോരാ, അവന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കണം. സുവിശേഷം 22-18-19 വാക്യങ്ങൾക്ക് അത് അന്ത്യകൽപ്പനയായിട്ടുണ്ട്. മാർക്കോസിന്റെ 16, ലൂക്കോസിന്റെ 24, 47 താഴോട്ട് വായിച്ചു കാണാൻ കഴിയും. പിന്നെ ലേഖനങ്ങളൊക്കെ അവന്റെ സ്നാനം അല്ലേ. അപ്പൊ കർത്താവ് യേശു വിശ്വസിച്ച് സ്നാനപ്പെട്ട് ദൈവിക അഭിഷേകത്തെ കൃപയിൽ നിൽക്കണം. അവർക്കാണ് സ്വർഗരാജ്യത്തിൽ പൗരത്വം, സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാവരും പോകാതെ പഠിപ്പിക്കുന്നുണ്ട്. അത് വ്യർത്ഥമായ പഠിപ്പീരാണ്. അതിനകത്ത് യാതൊരു കഴമ്പുമില്ല കേട്ടോ. സ്തോത്രം. ഞാൻ പണ്ട് ക്രൈസ്തവ വിശ്വാസിയായിട്ട് നിന്നവനാ. അപ്പൊ അന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന അമ്മ മരിച്ചവരുടെ സ്വർഗത്തിൽ പോകുന്ന. പിന്നെ കർത്താവ് പറഞ്ഞത്
അങ്ങനെ ക്രൈസ്തവ വിശ്വാസികൾ എന്ന് പറഞ്ഞ അനവധി ആളുകൾ കോടികൾ ഈ ഭൂമിയിലുണ്ട്. അവർക്കൊന്നും സ്വർഗം കൊടുക്കത്തില്ല. എന്നിൽ വിശ്വസിക്കണം. എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് നിത്യജീവന്റെ നിത്യജീവൻ ഉണ്ടാകുന്നത്. കർത്താവ് യേശുവിനാണ് നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതരെ, നാം കർത്താവ് യേശുക്രിസ്തുവിന്റെ ഈ സ്വർഗീയ പൗരത്വം പ്രാപിക്കണം. ഏത് സമയത്ത് നിങ്ങൾ മരിക്കും, ഏത് സമയത്ത് നിങ്ങളുടെ മരണം വരും, എപ്പോഴാണ് നിങ്ങൾ രോഗിയായി കിടക്കുന്നത്, എപ്പോഴാണ് നിങ്ങളുടെ സുബോധം നഷ്ടപ്പെട്ടു പോകുന്നത്, എപ്പോഴാണ് നിങ്ങൾ മാനസിക രോഗിയായി മാറുന്നത്, എപ്പോഴാണ് ഡിപ്രഷൻ രോഗിയായി മാറുന്നത്, നിങ്ങളുടെ സുബോധം ഏത് സമയത്താണ് മറഞ്ഞതെന്നൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മെ സുബോധത്തോടുകൂടി ആക്കി വെച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയം കൊടുക്കണം. യേശുവിനെ വിളിച്ചത് കണ്ട കാര്യമല്ല, യേശുവിനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു ബൈബിൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ചത് കൊണ്ടും കാര്യമില്ല. അതിനകത്തെ പ്രമാണം അനുസരിക്കണം. ഹല്ലേലൂയ. നമ്മളൊരു പള്ളിയുടെ അംഗത്വത്തിൽ ഉള്ളത് കൊണ്ടോ ഒരു പള്ളിയുടെ രജിസ്ട്രി പേരുള്ളത് കൊണ്ടോ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. പലരുടെയും ചിന്തിക്കുന്നതിങ്ങനെ പള്ളിയുടെ രജിസ്ട്രി പേരുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന. അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ ഭൂമി ജനിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യന്റെ ജനനത്തെങ്കിൽ ആ കുട്ടി ശിശുവാണ്. ആ കുട്ടിയെ ശിശുവായിരിക്കുന്ന കുട്ടിയെ കണ്ട് മാമോദിസ മുക്കുന്നത് കൊണ്ട് ആ കുട്ടി സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ. മാമോദിസ എന്ന് പറയുന്നത് ആ പള്ളിയുടെ രജിസ്റ്ററിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മകൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ മകൻ ഒരു കുട്ടി ജനിച്ചു എന്നുള്ളതിന്റെ രേഖയാണ്. അതുകൊണ്ട് സ്വർഗീയ പൗരത്വമില്ല. ആ കുട്ടി വളരണം. ആ കുട്ടി വളർന്ന് അതിന് സ്വയം തന്റെ ജീവിതത്തെക്കുറിച്ചും തന്റെ പാപത്തെക്കുറിച്ചും തന്റെ തെറ്റുകളെക്കുറിച്ചും ബോധ്യം വരണം. ഹൃദയം കുറ്റം വിധിക്കണം. ഞാനൊരു പാപിയായ മനുഷ്യനാണ്, ഞാനൊരു പാപിയായ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എന്റെ പാപത്തിന് വൈകാരം വരുത്തുവാൻ എനിക്ക് 2025 വർഷം മുമ്പ് കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തു മരിച്ചു. അവന്റെ അവസാനത്തുള്ള രക്തം വരെ തന്ന രക്തത്തിലൂടെ കഴുകൽ ശുദ്ധീകരണം പ്രാപിച്ച് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണമെന്ന് ആ കുട്ടിയുടെ ആ മനുഷ്യന്റെ ഉള്ളിൽ ബോധം വരുമ്പോൾ അവൻ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്നു. അവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. ദൈവഭവന്റെ അംഗമായി മാറുന്നു. അവൻ വിശ്വാസ സ്നാനം സ്വീകരിക്കണം. മാനസാന്തരപ്പെടണം. വിശ്വാസ സ്നാനം, അത് ശിശുസ്നാനമല്ല, വിശ്വാസ സ്നാനം തിരിച്ചറിവായതിനു ശേഷം. യേശു 30-ാമത്തെ വയസ്സിലാണ് സ്നാനം പറ്റത്. നമുക്കൊരു മാതൃകയാണ്. ഹല്ലേലൂയ. അപ്പൊ അതവിടെ നിൽക്കുക. അപ്പൊ നമ്മൾ സ്വർഗീയ പൗരത്വമുള്ളവരായി മാറണം. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കും. എന്നെ കേൾക്കുന്ന പരിശ്രമം, വിശുദ്ധന്മാർ ഈ ലോകത്തിന്റെ പാതയിലൂടെ അന്യരും പരദേശികളുമായി നടന്നു പോയെന്നാണ്. പഴയ നിയമ വിശുദ്ധന്മാർ ഈ ലോകത്തിന്റെ പാതയിലൂടെ അന്യരും പരദേശികളുമായി നടന്നുപോയി. അവരുടെ കണ്ണുകൾ ഈ ലോകത്തിന്മേൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്മേൽ പതിഞ്ഞില്ല. പിതാക്കന്മാരുടെ കണ്ണ് ഈ ലോകത്തിന്മേലും പ്രപഞ്ചത്തിന്മേലും പതിഞ്ഞില്ല. അല്ലെങ്കിൽ അടിസ്ഥാനമുള്ള നഗരത്തെ ദൂരത്തിൽ തന്നെ നിന്ന് കണ്ടവർ, അടിസ്ഥാനമുള്ള നഗരത്തെ അബ്രഹാം അടക്കമുള്ളവർ ദൂരത്തു നിന്ന് കണ്ടും വന്ദിച്ചും ഹല്ലേലൂയ അവർ വിശ്വാസത്തോടെ അതിനെ നോക്കി നടന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നോക്കി നടന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് നമ്മുടെ സഹോദരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതമായി വരും. അതെ, കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് സ്വതം അവൻ രക്ഷിതമായി വരും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ, വീണ്ടെടുക്ക ദൈവമക്കൾക്ക് അവരുടെ സ്വന്തം ഭവനത്തിലേക്ക് ചെല്ലുവാൻ, ആ സ്വർഗീയ ഭവനത്തിലേക്ക് ചെല്ലുവാൻ കോടാനുകൂടി ദൂതന്മാരും കിരൂബുകളും സറാമുകളും വിശുദ്ധന്മാരും ഒന്നടങ്കം 24 മണിക്കൂറും ദൈവ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ വീട് നമസ്കരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടി നമ്മളെ ചേർക്കുവാൻ, നമ്മളെ കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് യേശു കർത്താവ് രക്ഷിതമായി മധ്യാകാശത്തിൽ വരും. പ്രൈസലോ. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, ഇതിനകത്തോട് ഞാൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ട്. തെറ്റുകുറ്റങ്ങളൊക്കെ പറയാറുണ്ട്, കുറവുകൾ പറയാറുണ്ട്, വീഴ്ചകൾ പറയാറുണ്ട്, നമ്മുടെ തെറ്റായ രീതികളൊക്കെ ഞാൻ പറയാറുണ്ട്. എന്തിനാ ഇതൊക്കെ പറയുന്നത്? നമ്മൾ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഭൂമിയിൽ ആരും നഷ്ടപ്പെട്ടു പോകുക നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ആരും നശിച്ചു പോകാതിരിക്കാൻ എല്ലാവരും മാനസാന്തരപ്പെടും. അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നാണ് 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം. നിങ്ങളെന്റെ 7, 8, 9 ഭാഗങ്ങളും വായിക്കണം കേട്ടോ. ആരും നശിച്ചു പോകാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഒരു കള്ളുകുടിയനായിരുന്നാലും, ഒരു കൊലപാതകയായാലും, ഒരു പിടിച്ചുപറിക്കാരനായാലും, ഒരു മോഷ്ടാമായാലും, ഒരു അകത്തറമിയായാലും, ഒരു അക്രമത്തിലും, ഒരു തീവ്രവാദി, ഒരു ഭീകരവാദി, വർഗീയവാദി ആയിരുന്നാലും, കൊലപാതകനായിരുന്നാലും, അവൻ ജീവിതത്തിൽ ഏത് പാപങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നാലും അവൻ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവന് ദൈവം സ്വർഗരാജ്യം കൊടുക്കും. ഹല്ലേലൂയ. അവൻ തന്റെ പാപങ്ങളെ ഏറ്റു പറയണം. അവന്റെ കഴിഞ്ഞകാല പാപങ്ങളെ, അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. ഹല്ലേലൂയ.
രാമൻ ലംഘനം മറച്ചു വെക്കുന്നവര് ശുഭം വരികയിൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവര് കരുണ കിട്ടുമെന്നാണ് സദസ്യവാക്യം 28:13. അപ്പൊ ലംഘനം മറച്ചു വെക്കാതെ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലെ പാദപീഠത്തിൽ വീണ് ആ വിശ്വാസത്താൽ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് തന്റെ പുത്രൻ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി അവനെ ശുദ്ധീകരിക്കുന്നു എന്നാ യോഹന്നാൻ 1:7. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് അവന്റെ വചനമാകുന്ന ആ പ്രമാണത്തിനനുസരിച്ച് അവരുടെ കല്യാണ സ്നാനമൊക്കെ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവന്റെ പാപത്തെ, കഴിഞ്ഞകാല പാപത്തെ, അറിയായ്മയുടെ കാലത്തെ പാപത്തെ ദൈവം ഗണ്യമാക്കാതെ അവനെ നിത്യജീവൻ നൽകും. അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ചുവന്നിരുന്നാലും ഹിമം പോലെ മഞ്ഞു പോലെ വെളുപ്പിക്കുമെന്ന് ശിവപ്രവാചക ദിവസം 1:18 രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഏതൊരു പാപിക്കും ദൈവം സ്വർഗം കൊടുക്കും. പക്ഷെ യഥാർത്ഥം മാനസാന്തരത്തിലേക്ക് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ടവൻ പിന്നെ പാപത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കരുത്. മാനസാന്തരപ്പെട്ടവന് ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് പോകരുത്. മാനസാന്തരപ്പെട്ടവൻ ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് പോകരുത്. അവൻ സ്വർഗ ഇഷ്ടം ചെയ്യുന്നവനായിരിക്കണം. അപ്പൊ നമ്മുടെ പിതാക്കന്മാർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമായി ജീവിച്ച് ഹല്ലേലൂയ അവർ അടിസ്ഥാനമുള്ള നഗരത്തെ ദൂരത്തുനിന്ന് നോക്കിക്കണ്ടു. ഹല്ലേലൂയ അവർ വിശ്വാസത്തോടെ യാത്ര ചെയ്തു. ഹല്ലേലൂയ അവർ പരദേശ പ്രയാണം അവർ മുന്നോട്ട് നയിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അവരിപ്പോ ഈ ലോകത്തെയും ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയൊന്നും അവർ സ്നേഹിച്ചില്ല. അതെല്ലാം അവർക്ക് ആവശ്യമായി, നമുക്കും ആവശ്യമാണ്. പക്ഷെ നമ്മൾ അതിന് അഡിക്റ്റായി മാറിയത്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ പ്രകൃതി പോലും നിങ്ങൾക്ക് വിരോധമായി വന്നേക്കാം. നിങ്ങൾ ദൈവവേല ചെയ്യുമ്പോൾ പ്രകൃതി പോലും നിങ്ങൾക്ക് വിരോധമായി വന്നേക്കാം. ഹല്ലേലൂയ. പ്രകൃതി നമുക്ക് വലിയ ദുരന്തങ്ങൾ കടന്നു വരാം, വലിയ പ്രതിസന്ധികൾ കടന്നു വരാം. ഹല്ലേലൂയ. അപ്പം പ്രകൃതി പോലും നിങ്ങളുടെ ജീവിതത്തിൽ വിരോധമായി വരുമ്പോൾ എങ്കിലും പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിങ്ങളെ ബാധിക്കുകയില്ലെന്ന് സ്വർഗത്തിലെ ദൈവം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് നമ്മൾ ഈ പ്രകൃതി പോലും നമുക്ക് ദുരന്തമായി വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർത്താവ് പറയുകയാണ് 121 സങ്കീർത്തനം ഹല്ലേലൂയ അതിന്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ് ഹല്ലേലൂയ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഹല്ലേലൂയ. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഹല്ലേലൂയ. അപ്പൊ നോക്കി, പ്രകൃതി പോലും നമുക്ക് വിരോധമായി മാറുമ്പോൾ ആ പ്രകൃതിയെ നമുക്ക് അനുകൂലമാക്കാൻ കഴിയുന്നവനാണ് പ്രകൃതിന്മേൽ അധികാരമുള്ള കർത്താവ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന വചനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഹല്ലേലൂയ സൂര്യാഘാതം പോലെയുള്ള പ്രശ്നങ്ങളും രാത്രിയിൽ ചന്ദ്രന്റെ വൃത്തിക്ഷയം അനുസരിച്ച് ആസ്മ മുതലായ രോഗങ്ങളും മനുഷ്യനെ ബാധിക്കാറുണ്ട്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും. പകല് സൂര്യാഘാതം ഏറ്റ എത്രയോ ആളുകൾ മരിക്കുന്നു. രാത്രി ചന്ദ്രന്റെ വൃത്തിക്ഷയേറ്റ് പലർക്കും ആസ്മയുടെ രോഗം, അസ്തമയം വന്നത് പലർക്കും ആസ്മ, വലിയ ശ്വാസം മുട്ടല്. അങ്ങനെ ഇതൊക്കെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ഒരു ദോഷവും തട്ടാതെ കൊണ്ട് നമ്മെ പരിപാലിച്ച് നടത്തുവാൻ കഴിയുന്ന ശക്തനായൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഏത് കഠിനമായ പ്രതികൂലത്തിലൂടെ കടന്നുപോയാലും പ്രതിസന്ധികളെ കൂടെ നീ കടന്നുപോയാലും നിന്നെ കൈവിട്ട് കളയാതെ ചേർത്ത് പിടിക്കുന്ന നല്ലവനായ യേശുകൊണ്ട് ആ കർത്താവ് പറയുകയാണ്, നിന്റെ പൗരത്വം സ്വർഗത്തിനാണോ ഭൂമിയിലാണോ? ഈശ്വരോ. ഹല്ലേലൂയ. എവിടെയാണ് നിങ്ങളുടെ പൗരത്വം? നിങ്ങളുടെ പൗരത്വം നിങ്ങൾ സ്വർഗത്തിൽ ഉറപ്പിച്ചിട്ടുണ്ടോ? ഭൂമിയിലെ പൗരത്വം നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നവർക്ക് ആവശ്യമൊക്കെ തന്നെയാ. ആമിയുടെ ക്രയവിക്രയങ്ങളും മറ്റിടപാടുകളൊക്കെ ചെയ്യുവാനുണ്ട്. നമുക്കൊരു പൗരത്വം ആവശ്യമുണ്ട്. നമുക്ക് ആധാർ കാർഡ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എവിടെ ചെന്നാലും ചോദിച്ചു ആധാർ കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നെ അവർ ചോദിക്കും ID കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കും, തെരഞ്ഞെടുപ്പിന്റെ ID. അങ്ങനെ പാസ്പോർട്ടുണ്ടോ, റേഷൻ കാർഡുണ്ടോ, ഇന്ന് വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. ഭൂമിയിലെ ആധാർ കാർഡ് ഉണ്ടോന്നോ, ID ഉണ്ടോന്നോ, അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉണ്ടോന്നോ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ഒക്കെ ഉണ്ടെന്നോ, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഒന്നും കർത്താവോട് ചോദിക്കുന്നില്ല. അതിന് നീ വിശ്വാസത്താൽ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നിന്റെ യഥാർത്ഥമായി കർത്താവ് സർട്ടിഫിക്കറ്റ് നിനക്ക് തരും. പ്രൈസ്, വിശ്വാസമാകട്ടോ. ഹല്ലേലൂയ. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുക.
നമ്മുടെ കർത്താവ് വരും എന്നുള്ള കാത്തിരിപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പകലും രാത്രിയും നിനക്കുണ്ടാകുന്ന പ്രതിസന്ധികളുടെ നടുവിലും നിന്നെ കൈവിട്ട് കളയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സൂര്യൻ നിനക്ക് പ്രതികൂലമാകുമ്പോൾ, സൂര്യാഘാതമേറ്റ് പലരും മരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ശ്രോതാവി സഹോദരൻ, നീ ഒരു ദൈവത്തിന്റെ ബദലാണെങ്കിൽ സൂര്യാഘാതം നിന്റെ മേൽ ഏൽക്കാതെ, സൂര്യാഘാതമേറ്റ് നീ മരണപ്പെടാതെ നിന്നെ കാത്തു പരിപാലിക്കാൻ ദൈവത്തിന് കഴിയും. മാത്രമല്ല, പകൽ മാറി രാത്രി വരുമ്പോൾ സൂര്യന്റെ വൃത്തിക്ഷയം അമ്മ കടന്നു വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ആസ്മ പോലുള്ള വിവിധ രോഗങ്ങൾ നിന്നെ അലട്ടുമ്പോൾ അതിൽ നിന്ന് നിന്നെ വിടിവിക്കുവാൻ ദൈവശക്തനാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ നമ്മൾ കടന്നു പോകാനുള്ള പാതകളാണ്. ഹല്ലേലൂയ, രക്തം ചെയ്യൽ. അപ്പൊ ഇവിടെ ദൈവം നമ്മെ സൂക്ഷിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. അതൊന്നും നമ്മെ ഭാവിക്കാതെ നമ്മെ കാത്ത് പരിപാലിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒന്നും നമ്മൾ കേസാതെ ഒരു പാതയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ലെന്ന് 91 സങ്കീർത്തനം വായിക്കുന്നു. ഒരു പാതയും നമ്മുടെ കൂടാരത്തിനെടുക്കാതെ നമ്മെ കാത്തു പരിപാലിക്കുക സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തു വേണ്ടി നമ്മുടെ ജീവിതം നൽകണം, വിശുദ്ധ ജീവിതം നയിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുകയും കാണുന്നുണ്ട്. അതിലൊരു പല പ്രതിസന്ധികൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 121 6 വായിച്ചത് എന്താണ്? അമ്മ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലില്ല, സൂര്യാഘാതം സൂര്യന്റെ സൂര്യാഘാതം, ചന്ദ്രന്റെ പ്രത്യക്ഷയം, ഇതുകൊണ്ട് രോഗം. അപ്പൊ നമ്മൾ 91 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. 91 സങ്കീർത്തനം അതിന്റെ 5-6 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമീൻ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് ഹല്ലേലൂയ പേടിപ്പാനില്ല. കണ്ടോ, അതൊരു പ്രശ്നമാണ്, അതൊരു വലിയ പ്രശ്നമാണ്. ഹല്ലേലൂയ. രാത്രിയിലെ ഭയം, പലർക്കും രാത്രിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, മുതിർന്നവർ എല്ലാവരും രാത്രിയിൽ നിന്ന് ഇരുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഭയമാണ്. ഹല്ലേലൂയ. പകൽ പറക്കുന്ന അസ്ത്രം, ഹല്ലേലൂയ, ആമെ ഉച്ചയ്ക്ക് സഞ്ചരിക്കുന്ന മഹാമാരി, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആമെ നശിപ്പിക്കുന്ന ആമെ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സമുദായം. എന്താണ്? രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സമുദായം. ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരും. അല്ലെങ്കിൽ അപ്പൊ ഈ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ്. ഹല്ലേലൂയ. മാരകമായ രോഗങ്ങളുടെ അല്ലെങ്കിൽ വിഷാണുക്കൾ വർദ്ധിച്ച് പെരുകുന്നത് സൂര്യപ്രകാശമില്ലാത്ത ഇരുളിലാണ്. ഹല്ലേലൂയ. മാരകമായ രോഗാണുകളൊക്കെ വർദ്ധിച്ചു പെരുകുന്നതേ സൂര്യപ്രകാശമില്ലാത്ത ഇരുട്ടിലുള്ള രാത്രികളിലാണ്. ഹല്ലേലൂയ. ഇരുട്ടിലെ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ഭയത്തെയും ഹല്ലേലൂയ പകൽ പറക്കുന്ന അസ്ത്രത്തെയും. എന്നിട്ട് പിന്നെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ മാരകമായ രോഗങ്ങൾ പെരുകുന്നത് സ്വാമി സൂര്യപ്രകാശം ഇരുളിലാണ് എന്നുള്ള കണ്ടുപിടുത്തം ഇവിടെ അലിയ ദൈവവചനത്തിൽ നേരത്തെ തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. സൂര്യപ്രകാശമുള്ള സമയത്ത് തന്നെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന്, ആമെ സൂര്യഗ്രഹണ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കരുതെന്നും ഹല്ലേലൂയ ആമേൻ മുൻ പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ ആമെ പകർച്ചവ്യാധിയുള്ള സ്ഥലങ്ങളിലൂടെ കഴിവതും രാത്രി സഞ്ചരിക്കാതിരിക്കണം. അപ്പം സൂര്യൻ അസ്തമിക്കുന്ന ഭക്ഷണം കഴിക്കണമെന്ന് അത് നമ്മളിങ്ങോട്ട് പറ്റിയെന്ന് വരത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ആമെ സൂര്യപ്രകാശമുള്ളപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാൻ നമുക്ക് രാത്രിയുടെ ഭക്ഷണം കഴിക്കാതെ കിടക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ രാത്രിയിലെ ഭക്ഷണം വൈകിട്ടാണ് ഇരുട്ടിനാണ് ഭക്ഷിക്കുന്നതെങ്കിൽ പോലും ആമെ നമ്മൾ വളരെ സൂക്ഷിക്കും. പിന്നെ പകർച്ചവ്യാധിയുള്ള സ്ഥലങ്ങളുടെ ഇരുട്ടിൽ നിന്ന് നടക്കാതിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈ ദൈവജനം പറഞ്ഞത്. അപ്പൊ ശത്രുവിന്റെ ഭയപ്പെടുത്തലുകളോ അസ്ത്രമോ ഹല്ലേലൂയ പകർച്ചവ്യാധികളോ ഒന്നും മനുഷ്യനെ, ഒരു ഭക്തനെ ബാധിക്കുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അല്ലേ? അപ്പം രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ഹല്ലേലൂയ ആമേ സംഹാരത്തെ ഒന്നും ഒരു ഭക്തന് ഭയപ്പെടാനില്ല. ഇതെല്ലാം വ്യത്യസ്ത നിലകളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു നമ്മെ ഭയപ്പെടുത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ പൗരത്വം സ്വർഗത്തിലാണോ? സ്വർഗത്തിലാണെങ്കിൽ ഈ ഭൂമി നിനക്കെതിരെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ കടന്നു വന്നാലും അതിനെല്ലാം അതിജീവിക്കുവാൻ വേണ്ടി ദൈവം നിന്റെ മേൽ കൃപയെ പകരും. രക്തം ചെയ്യാം. തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, മനസ്സുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്, സങ്കടപ്പെട്ടു പോകരുത്. ആമേൻ. നിന്റെ ജീവിതത്തെ നീ ആയിട്ട് നശിപ്പിച്ച് കളയരുത്, നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. ഹല്ലേലൂയ. നിന്റെ ജീവിതം വിലപ്പെട്ടതാണ്.
എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവതിവാക്കന്മാർ പറയട്ടെ, നിന്റെ ജീവിതം വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതം വിലയേറിയനാണ്. നീ ദൈവത്തിന് വിലയേറിയവനാണ്, മാന്യനാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. കടം വന്ന്, കടബാധ്യത വന്നു, നഷ്ടങ്ങൾ വന്ന്, ജോലി നഷ്ടപ്പെട്ട്, ജോലിയില്ലാതെ പോയി, സാമൂഹിക കുടുംബത്തിൽ ഒറ്റപ്പെട്ട്, സമൂഹത്തിൽ ഒറ്റപ്പെട്ട്, സഭ നിന്ദിച്ചു, വ്യാധികൾ വന്നു, നിരാശാജനകമായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ രഹസ്യമായ അനവധി പാപങ്ങൾക്ക് നീ വിധേയപ്പെട്ടു തലനിവർത്താൻ കഴിയാതെ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന സ്വാമി, സോദാവി, സഹോദര, സൗരി, യുവതി, യുവാക്കളുടെയും പറയട്ടെ, നീ പാപത്തിൽ വീഴരുത്. പാപത്തിൽ വീഴുമ്പോഴാണ് നീ നിന്നെ തന്നെ സ്വയം നശിപ്പിക്കുന്നത്. നീ നിന്നെ സ്വയം നശിപ്പിച്ചത് കൊണ്ട് നിനക്ക് ഒരു പ്രയോജനമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, കീടനാശിനി കുടിച്ചൊരു കുടുംബത്തിലെ എല്ലാവരും മരണപ്പെട്ടത്. ഹല്ലേലൂയ. കീടനാശിനി കുടിച്ചൊരു കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കീടനാശിനി കുടിച്ചത് കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. കീടനാശിനി കുടിച്ചതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ നിങ്ങളൊരു സത്യം പറയും, രണ്ടായിരത്തിലാണെന്ന് തോന്നുന്നു, 2000 ജൂൺ മാസത്തിലാണ്, ജൂൺ മാസത്തിന്റെ ഹല്ലേലൂയ 23 നിശ്ചയമായിട്ട് തന്നെ, അത് തന്നെ ആ ഒരു ദിവസമാണ് ഞാൻ ഹല്ലേലൂയ ഫുർഡാൻ കഴിച്ചിട്ടുണ്ട്. ഫുർഡാൻ അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം. ആ പൊൻകുന്നത്തൊരു ബാറുണ്ട്, ദൈവസഹായം എന്ന് പറയും. ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയത്തില്ല. ദൈവസഹായം ബാറിൽ നിന്ന് ബിജോയിസ് ബ്രാൻഡി വാങ്ങി കാഞ്ഞിരപ്പള്ളിയിൽ വന്നിട്ടാന്ന് തോന്നുന്നു 5 രൂപയുടെ, അന്ന് 5 രൂപ ഫുർഡാൻ കിട്ടും, 5 രൂപയുടെ ഫുർഡാൻ വാങ്ങി അതും കൊണ്ട് എൻ്റെ നാട്ടിൽ വന്നിട്ട് ആ ബ്രാൻഡി കുപ്പിയുടെ ഫുർഡാൻ ഞാൻ കുടിച്ച് അകത്തിറക്കി. ചെന്നത് പറയുന്നു, ചെന്നില്ലെന്ന് പറഞ്ഞു. ആൾക്കാർ പറഞ്ഞു ചെന്നു, ചെന്നില്ലെന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ചെല്ല് പറയും തട്ടിക്കളഞ്ഞു, ചെല്ല് പറഞ്ഞ് അകത്ത് ചെന്നില്ലെന്ന്. എനിക്കെന്തായാലും അതിന്റെ വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തുകയാണ് ഇന്നത്തെ കാലം, അന്നൊക്കെ ഞാൻ ആ ഫുള്ളാനടിച്ചു മരണപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ ആത്മാവ് ഇവിടെ നരകത്തിൽ പോയേനെ. എൻ്റെ ആത്മാവ് നരകത്തിൽ ചെന്ന് നിത്യജീവൻ നഷ്ടപ്പെട്ട് നിത്യമായ നരകത്തിൽ നിത്യ കഷ്ടത, കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ആ അനുഭവത്തിൽ ഞാൻ കിടക്കേണ്ടി വന്നേനെ. പക്ഷേ എന്നെ അതിന് വിട്ടുകൊടുത്തില്ല. എന്നെ അതിന് വിട്ടുകൊടുക്കാതെ ദൈവം എന്നെ അതിന് പിടിപ്പിച്ചു. ഹല്ലേലൂയ. പിന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ തൂങ്ങി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കഴുത്തിൽ കയറി കൊണ്ടെടുത്ത് തൂങ്ങി, എൻ്റെ അളിയനാൻ തോന്നുന്നു എന്നെ കുറിച്ചു വിട്ടു. ഹല്ലേലൂയ. അങ്ങനെയും ഞാൻ മരിക്കാൻ ദൈവം സമ്മതിച്ചില്ല. ഞാൻ മരണത്തെ പല പ്രാവശ്യം പല വിധത്തിൽ ആഗ്രഹിച്ച വ്യക്തിയാ. മരണത്തിന് വേണ്ടി പല തവണ ഞാൻ ഒരുങ്ങിയിട്ട് പലതും ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷേ മരിക്കുവാൻ ദൈവനെ അനുവദിച്ചില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മരിച്ച നിത്യ നരകത്തിൽ പോകാതെ എൻ്റെ പൗരത്വ സ്വർഗത്തിലാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി ദൈവം എന്നെ ജീവനോടെ സൂക്ഷിച്ചെന്നുള്ളതാണ്. ഇന്ന് ഞാൻ വളരെ അഭിമാനത്തോടെ പറയും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അങ്ങ് രക്ഷിതാവാണെന്ന് അഭിമാനത്തോടെ ലോകത്തിനു മുമ്പിൽ, ജനത്തിനു മുമ്പിൽ വിളിച്ചു പറയുക, യേശുവിന്റെ രക്ഷിതാവാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു രക്ഷിതാവായി വരും, സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് ഞാൻ കാത്തിരിക്കുക. എന്റെ പൗരത്വത്തെ ഞാൻ സ്വർഗത്തിൽ വിട്ടുകൊടുത്ത് പണ്ടേ ഞാൻ എൻ്റെ ജീവിതത്തെ അപകടത്തിൽ പെടുത്തി, ഞാൻ കെണിയിൽ കെടുത്തി എൻ്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ത് നരകത്തിൽ ഒരുപിടി മണ്ണായി മാറി, എൻ്റെ ജനം ഒരുപിടി മണ്ണായി മാറി, എൻ്റെ ആത്മാവ് നരകത്തിൽ കിടന്ന് ഈ യാതന അനുഭവിച്ചേനെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവി, മരണം കൊണ്ടൊന്നും നമുക്ക് ഹല്ലേലൂയ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയത്തില്ല. മരണം കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം വരുത്താൻ പറ്റത്തില്ല. മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം അത് ദൈവത്താൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഈ ഭൂമി നമുക്ക് ലഭിച്ച സമയം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. 70, 80, ഒരുപക്ഷെ ഏറിയാൽ അല്പം കൂടെ മുമ്പോട്ട് പോകാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ശൈശവത്തിൽ തന്നെ മരിച്ചുകൊണ്ടിരിക്കുക. അമ്മയുടെ ഉദരത്തിൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഉദരത്തിൽ ശിശുവാകുന്നതിന് ശിശു ജനിക്കുമ്പോൾ ഉദരത്തിൽ കുട്ടി ജന്മം കൊള്ളുമ്പോൾ തന്നെ ഭ്രൂണഹത്യയുടെ കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അനവധി കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ വെച്ച് അനവധി കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ അറിവോടെ, ഡോക്ടർമാരുടെ സമ്മതത്തോടെ, പെൺകുട്ടിയുടെ സമ്മതത്തോടെ കൊന്നുകളയുന്നു. അങ്ങനെ ഭ്രൂണഹത്യ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിലേറിയ ചിലരൊക്കെ അങ്ങനെയൊക്കെ സംഭവം നിരാശപ്പെട്ട് ചെന്ന് ആത്മഹത്യ ചെയ്യുന്നു. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥതയുള്ളതല്ല, സമാധാനം തരുന്നതല്ല. അതിൽ നിന്നൊക്കെ നമ്മൾ പരിജ്ഞാനമുള്ളവരായി മാറണം.
നമ്മൾ ആൺകുട്ടികളായിരുന്നാൽ പെൺകുട്ടികൾ പരിജ്ഞാനം, തിരിച്ച് പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാം പരിജ്ഞാനമുള്ള, നിങ്ങൾ ആരുടെയും വലയിൽ ചെന്ന് വീഴരുത്, ആരുടെയും വശീകരണത്തിൽ ചെന്ന് ചെയ്യരുത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വളരെ പ്രതീക്ഷയാണ്, അതിനേക്കാൾ വലിയ പ്രതീക്ഷയാണ് യേശു കർത്താവിന് നിങ്ങളെക്കുറിച്ച്. യേശു നിങ്ങളെ അനുദിനം നടത്തുന്നു, വഴി നടത്തുന്നു. കർത്താവിന് നിങ്ങളെക്കുറിച്ച് വളരെ പ്രതീക്ഷയാണ്. നിങ്ങൾ ഈ ലോക ജീവിതം തികച്ചു കഴിയുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ പൗരത്വമുള്ളവനായി എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ ലഭിയ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സന്നിധിയിൽ യേശുക്രിസ്തുവിന്റെ വലത്തുഭാഗത്ത് ആ സിംഹാസനത്തിൽ നിങ്ങളും കാണുമ്പോൾ യേശു ആഗ്രഹിക്കുക. പ്രൈസലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ് കേട്ടോ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാണ്, ശുശ്രൂഷയുടെ ആരംഭത്തിൽ യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് പോയി. യേശു യോഹന്നാൻ സ്നാനമേറ്റ് 40 ദിവസം മരുഭൂമിയിൽ വാസം ചെയ്തു. ആ 40 രാവും പകലും ഉപവസിച്ചു. മരുഭൂമിയിൽ അത്യുഷ്ണവും രാത്രിയിൽ കൂടും മഞ്ഞും ഉണ്ടായിരുന്നിട്ടും അതൊന്നും യേശുവിനെ ബാധിച്ചില്ല. മരുഭൂമിയില് ആമി കൊടിയ ഉഷ്ണം, രാത്രി കൊടിയ മഞ്ഞും, ഘോരമൃഗങ്ങൾ, ക്രൂരമൃഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നിട്ട് പോലും യേശുക്രിസ്തുവിനെ അതൊന്നും ബാധിച്ചില്ല. ഹല്ലേലൂയ. പ്രകൃതി അവന് കീഴടങ്ങി. കടലിനെയും കാറ്റിനെയും അവൻ ശാസിച്ചപ്പോൾ അവയെല്ലാം ഹല്ലേലൂയ നിന്നുപോയി. കടൽ ശാന്തമായി, കാറ്റ് നിന്നു. അല്ലെങ്കിൽ തിരമാലകളെ തന്റെ പാദപീഠമാക്കിക്കൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് നടന്നു. യേശു ശിഷ്യന്മാരുടെ ഗനസരത്ത് കണ്ടാകത്തോട് യാത്ര വലിയ കാറ്റും കോളും വന്നു. ആ കാറ്റും കോളിനെ കാറ്റിനെ കടലിനെ ശാസിച്ചു. അല്ലെങ്കിൽ മരുഭൂമി തന്നെ പരീക്ഷിക്കുമെന്ന് പിശാചിനെ ശാസിച്ചു. അല്ലെങ്കിൽ യേശു ക്രിസ്തു വലിയ കടലിന്മേൽ തന്റെ പാദപീഠം കടലിനെ നടപ്പാതയാക്കി കടലിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെന്നു. പ്രകൃതി യേശുവിനെ താണുകൊടുത്തു. സ്തോത്രം. അതിനെ കേൾക്കുന്ന സ്നേഹിത, സ്തോത്രം. ഇവിടെ സ്വർഗാരോഹണം ചെയ്ത ആ സർവശക്തനായ ദൈവം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നിങ്ങളെ എടുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് എടുക്കുക. അപ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്യും. മേഘത്തെ തന്റെ തേരാക്കി അല്ലെങ്കിൽ വാഹനമാക്കി യേശു സ്വർഗാരോഹണം ചെയ്തു. സർവശക്തനായ ദൈവം നിങ്ങളെ നോക്കി, എന്റെ കൈകളുടെ പ്രവൃത്തിയെക്കുറിച്ച് എന്നോട് കൽപ്പിപ്പാൻ എന്ന് പറയുക. അതുകൊണ്ടാണ് യെശയ്യാ പുസ്തകം 45:11 വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യെശയ്യാ പുസ്തകം 45:11 എന്താണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിപ്പിൻ. എന്റെ മക്കളെയും എന്റെ കൈകളുടെ പ്രവൃത്തിയെ കുറിച്ച് എന്നോട് കൽപ്പിക്കുകയും. നമ്മുടെ ദൈവത്തിന്റെ സാർവത്രികമായ ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി നോക്കിയാട്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. പ്രൈസോ. നിങ്ങൾ ഒരുപാട് പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന വ്യക്തിയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണ്. നിങ്ങളൊരു ഭാഷം ഇങ്ങനെയൊക്കെ പറയും. എന്നെ കേൾക്കുന്ന പറയും, നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാനും കടന്നു പോവുകയാണ്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ ദൈവത്തിനെ പ്രസംഗിക്കുന്നത് കൊണ്ട് ഞാൻ വലിയ പണക്കാരനാണെന്നും വലിയ കുബേരനാണെന്നും വലിയ കോടീശ്വരനാണെന്നും ചിന്തിക്കുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യനാണ്. ഞാനിങ്ങനെ നിൽക്കാൻ കാരണം കർത്താവ് എനിക്ക് തന്ന കൃപയൊന്നും മാത്രമാണ്. അല്ല, ഞാൻ കോടീശ്വരനല്ല. അല്ലെങ്കിൽ അന്നന്നത്തെ കാര്യം കിട്ടി അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അല്ലെങ്കിൽ ചിലരൊക്കെ ചിന്തിക്കുന്നത് ഞാൻ വലിയ കോടീശ്വരനാണെന്നാണ്. എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ എല്ലാ ദിവസവും മെസ്സേജ് വാക്യങ്ങളുടെ മറ്റൊരുപാട് റീൽസുകളൊക്കെ ഇടുന്നുണ്ട്. യൂട്യൂബിലൊക്കെ പ്രശ്നം. അതൊന്നും ഞാൻ കോടീശ്വരനല്ല കേട്ടോ, നിങ്ങളെപ്പോലെ തന്നെ. ഹല്ലേലൂയ. നിങ്ങളിൽ ഒരാൾ മാത്രം. പക്ഷെ ഞാൻ നിൽക്കുന്നത് അവന്റെ കൃപയാണ്. ആരുടെ? യേശുവിന്റെ കൃപയാണ്. എന്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന് കർത്താവ് ഉറപ്പിച്ചു തന്നു. അവിടെ നിന്ന് എന്തുപോലെ സ്വർഗത്ത് കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് ഞാൻ കാത്തിരിക്കുന്നത് കൊണ്ട് പ്രകൃതിയെ ഞാൻ ഭയപ്പെടുന്നില്ല, ലോകത്തെ ഭയപ്പെടുന്നില്ല, സാത്താനെ ഭയപ്പെടുന്നില്ല. ഇരുട്ടിന്റെ ഭയത്തെയും സ്തോത്രം ഇരുട്ടിന്റെ ഭയത്തെയും ഒന്നും ഞാൻ രാത്രിയിലെ ഭയത്തെയും സ്തോത്രം ഹല്ലേലൂയ പകൽ പറക്കുന്ന അസത്തെ ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ ഭയപ്പെടുന്നില്ല. കർത്താവിനോട് കൂടെ ഉണ്ട് കേട്ടോ. സ്തോത്രം. നിങ്ങളോടുകൂടെ കർത്താവ് ഉണ്ടോ? നിങ്ങൾ പറയും പാസ്റ്റർ കർത്താവ് വേറെ പറയുന്നില്ലേ?
ഇല്ലേ എന്നൊക്കെ ചോദിച്ചോ കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നും, നിങ്ങൾക്ക് എന്നെ എന്തെല്ലാം പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ ഈ ദൈവത്തിനെ പ്രശ്നം ഒരുപാട് വിരാക്ഷേപിച്ചു കളിയാക്കി ഭയങ്കര ചീത്തയൊക്കെ വിളിച്ചിട്ടുള്ള ചില നിങ്ങൾ കമ്മിറ്റിയൊക്കെ ഭയങ്കര ചീത്ത വിളിക്കുന്ന പത്തനംതിട്ടക്കാരൻ ഒരു 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 സൗകര്യം ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു. 2 പ്രാവശ്യം അങ്ങ് വക വെച്ച് കൊടുത്തു. പിന്നീട് ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്ത സഹോദരനാസ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ് തെറിയെ പണ്ട് ഞാൻ പറഞ്ഞ് നടന്നിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ് തെറി കേൾക്കുമ്പോൾ എനിക്കും ലജ്ജ. അദ്ദേഹം ഞാനത് അനുവദിച്ചു കൊടുത്തിട്ടുള്ള പറയും. അദ്ദേഹത്തിന് മാനസാന്തരം കൊടുക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. അതേ നമ്മൾ എപ്പോഴും നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. കൊലോസ്യ ലേഖനം 4-6 വാക്യം നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. നമുക്ക് ഈ ഭൂമിയിൽ ഒരുപാട് സമ്പത്തുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് ദൈവം നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കണം. പ്രൈസലോട് ഒരുപാട് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ യൂട്യൂബിലെ സമ്പത്ത് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ധനം അതാണ്. ദൈവവചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ, ദൈവവചനം നമ്മുടെ അതരങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. എൻ്റെ ഏറ്റവും വലിയ സമ്പത്തും അത് തന്നെയാണ് കേട്ടോ. പ്രൈസലോട് ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നമുക്ക് ദൈവത്തോട് ചേർന്ന് വസിക്കാം. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പഴയ നിയമ വിശുദ്ധന്മാർ അവർ അന്യരും പരദേശികളുമായി അടിസ്ഥാനമുള്ള നഗരത്തെ നോക്കി അവർ നടന്നു, അവർ നിത്യതയെ പ്രവേശിച്ചു. ഹല്ലേലൂയ. അങ്ങനെ പഴയ നിയമ വിശുദ്ധന്മാരായിരിക്കുന്ന അബ്രഹാം അടക്കം ഹല്ലേലൂയ അനവധി ആളുകൾ. ഹല്ലേലൂയ. അപ്പൊ യോശുവ കർത്താവിന്റെ കൈകളുടെ പ്രവർത്തിയായ സൂര്യനെ നോക്കി, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്രനാ നീ അയ്യലോൻ താഴ്വരയിൽ നിൽക്ക എന്ന് കൽപ്പിച്ചപ്പോൾ അതേ പ്രകാരം നിന്നു. ഏലിയാവ് നമ്മെപ്പോലെ കഷ്ടപ്പാടുള്ള മനുഷ്യനായിരുന്നിട്ടും ശക്തമായി പ്രാർത്ഥിച്ചത് നോക്കൂ. ഞാൻ പറഞ്ഞില്ലാതെ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ലെന്ന് ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഇത്ര ശക്തിയോടെ പ്രസംഗിച്ച ഒരു കർത്താവിന്റെ ഒരു പ്രവാചകനുടെ ഏലിയാവാകട്ടോ. 1 രാജാക്കന്മാർ 17 ഏലിയാവ് പ്രവചിച്ചതുപോലെ ഒരൊറ്റ കുഞ്ഞ് പ്രവചിച്ചിട്ടില്ല. ഏലിയാവിന്റെ പ്രവചനം ഇന്ന് ചെയ്യാനും പറ്റത്തില്ല. ഏലിയാവിന്റെ ആത്മാവോട് കൂടി പിന്നെ യോഹന്നാൻ സ്നാപകനെ കാണാൻ കഴിയും. പിന്നീട് ഏലിയാവിന്റെ ആത്മാവോട് പ്രവചിച്ച ഒരു പ്രവാചകനും ഭൂമിയിലില്ല കേട്ടോ. ഏലിയാവിന്റെ പുതിയ നിയമസഭയിൽ ആദിമസഭയിൽ ശക്തനായിരിക്കുന്ന ഏലിയാവിന്റെ ആത്മാവ് നിറയപ്പെട്ട പ്രവാചകന്മാരുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏലിയാവിന്റെ ആത്മാവാണെന്ന് പറഞ്ഞു വരുന്നവരൊക്കെ നോക്കണം ഏത് ആത്മാവാണെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നമ്മൾ കർത്താവിലൂടെ നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ഹല്ലേലൂയ. നമ്മളെപ്പോലെ സാധാരണക്കാരായിരിക്കുന്ന ജനം, ഹല്ലേലൂയ, നമ്മളെപ്പോലെ സാധാരണക്കാരായിരിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാരായ ഈ യോശുവ കൽപ്പിച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും നിന്നെങ്കിൽ, ഹല്ലേലൂയ, ഏലിയാവ് കൽപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ മഴയും മഞ്ഞ് നിന്നു പോയെങ്കിൽ, ഏലിയാവ് കൽപ്പിച്ചപ്പോൾ ആകാശത്ത് തീ ഇറങ്ങിയെങ്കിൽ, ഹല്ലേലൂയ, ഞാനും നിങ്ങൾ സ്വർഗത്തിൽ പൗരത്വമുള്ളവനായി മാറിയ സ്വർഗീയ പൗരത്വം നമുക്കുണ്ട്, അഭിഷേകം നമുക്കുണ്ട്, കൃപ നമുക്കുണ്ട്. ആ ദൈവസാന്നിധ്യം ഞാൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സ്വർഗീയ പൗരത്വം എന്റെ നിങ്ങളിൽ ജീവിതത്തിൽ ഉറപ്പാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ പറയുന്ന വാക്കിന്റെ നടുവിലും ദൈവം അത്ഭുതം ചെയ്യും. രക്തം ചെയ്യും. വിശ്വസിന് സ്തോത്രം പറഞ്ഞാണ്. പ്രമാണത്തിൽ നിൽക്കണം. അതാണ് ഹല്ലേലൂയ. പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ വാക്കുകളെല്ലാം ജൽപ്പനമായി മാറും, പ്രാർത്ഥനയെല്ലാം ജൽപ്പനമായി മാറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കത, ഹല്ലേലൂയ, ഇവിടെ കേരളത്തിലെ 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽ പെടാത്തവരും അന്യസംസ്ഥാന തൊഴിലാളികൾ. നമ്മുടെ ഇന്ത്യയുടെ 29 സംസ്ഥാന 7 കേന്ദ്രഭരണ പ്രദേശങ്ങളായി 6 ലക്ഷത്തിലെ ഗ്രാമങ്ങളിലായി 145 കോടിയോളം ജനമുണ്ട്. ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയധികം ജനം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ വിവിധ ഭാഷക്കാർ, രാജ്യക്കാർ, സംസ്കാരക്കാർ, വിവിധ ജാതി മത വിവിധ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിധേയപ്പെട്ട് പോകുന്നവരാണ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സ്വർഗീയ പൗരത്വം സ്വീകരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. അത് മുസൽമാനായിരുന്നാലും ഹിന്ദുവായിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും പെന്തക്കോസ്തുകാരനായിരുന്നു ബുദ്ധമതക്കാരനോ ജൈനമതക്കാരനോ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും എല്ലാ സ്വർഗീയ പൗരത്വം പ്രാപിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്താണ് വായിച്ച വചനം? അല്ലെങ്കിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ
അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തി നമുക്ക് അന്ത്യത്തിലേക്ക് പറഞ്ഞു വരുവാൻ കഴിയണമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിച്ച പൗരത്വ സ്വർഗത്തിൽ ഉറപ്പിക്കണം. ഇന്ന് വരെ സ്വർഗീയ പൗരത്വം നിരക്കില്ലെങ്കിൽ ഈ ലോകത്തിന്റെ മോഹങ്ങൾ കർത്തതയാണെങ്കിൽ ഇന്ന് പകൽ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കാമോ? നിന്റെ സകല കഷ്ടതകളും പ്രയാസങ്ങളും ദുരന്ത ദുഃഖം കണ്ണുനീർ മാറി നീ കടന്നു പോകുന്ന എല്ലാ ഭയാനകമായ അനുഭവത്തിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന 100 കോടി ജനം, ലോകത്തിലുള്ള സകല ജനത്തെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടികിട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യുവനത്തിനും നിരാനുഭവത്തിൽ അസന്റെ യാചരും ഓർഫനേജിലും യുവ തലമുറയിൽ കിടക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാ മത നേതാക്കന്മാരെയും സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ സൈനിക അടക്കമുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും കർത്താവി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മനുഷ്യ കർത്താവിയ സ്വർഗീയ പൗരത്വത്തിന് അവകാശികളായി കർത്താവിന്റെ വരവിനായി യേശുക്രിസ്തു രക്ഷിതാവായി സ്വർഗത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ നിത്യതയിൽ എത്തും എന്നുള്ള ഉറപ്പ് സകല ജനത്തിനും വന്ന് ഈ ലോകത്തിൽ പ്രകൃതിയെ ജയിക്കണം. പഴിയുന്ന വിശുദ്ധന്മാർ അന്യരും പരിദേശികളുമായി നടന്ന് അടിസ്ഥാനമുള്ള നഗരത്തെ നോക്കിക്കണ്ടവർ നിത്യതയിലേക്ക് പ്രവേശിച്ചതുപോലെ ജനത്തിന് ഒരു പ്രത്യാശ കൊടുക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകരുത്. കാലവർഷം കേരളത്തിലെല്ലാം പെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് പെരുകുന്നു. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും കാലവർഷം വളരെ രൂക്ഷമാകുമ്പോൾ കർത്താവിന്റെ അനർത്ഥങ്ങൾ അപകടമൊന്നുമില്ല ജനത്തെ സൂക്ഷിക്കണമേ. പ്രകൃതിയോടൊക്കെ ദൈവ കനിവ് തോന്നണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.